സർ നമസ്കാരം. നമസ്കാരം. നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും കുറെ കാലമായി കേരളത്തിന്റെ ജനപ്രതിനിധികൾ ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമേരിക്കയിലെ മിയോ ക്ലിനിക്കിൽ എന്ത് ചികിത്സയ്ക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി പോകുന്നതെന്ന്. അതിനൊന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല എന്ന് തന്നെയല്ല, അസുഖം ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ്, അതുകൊണ്ട് അത് വെളിപ്പെടുത്താൻ പറ്റില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരവും മുഖ്യമന്ത്രിയുടെ അസുഖത്തെക്കുറിച്ച് വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കൊടുത്ത വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത രേഖകൾ പ്രകാരം കിട്ടിയ മറുപടിയിലും അത് തന്നെയാണ്. എന്നാൽ ഒരാൾക്കൊരു അസുഖം വരുന്നത് തെറ്റല്ല, അസുഖം ചികിത്സിക്കുന്നത് തെറ്റല്ല. എന്നാൽ പൊതു ഖജനാവിലെ പണം എടുത്തുകൊണ്ട് ചികിത്സിക്കുമ്പോൾ പൊതുജനങ്ങളോട് എന്തിനു വേണ്ടിയാണ് ഈ പണം എടുത്തുപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ ജനപ്രതിനിധികൾ അവർക്ക് ധാർമ്മികമായൊരു ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. അതിൽ നിന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിഞ്ഞു മാറിയത്. 4 തവണയാണ് അമേരിക്കയിലെ മിയോ ക്ലിനിക്കിൽ അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി പോയത്. 4 തവണയും കേരളത്തിന്റെ ഖജനാവിൽ നിന്നാണ് പണം എഴുതിയെടുത്തത്. ഇപ്പോ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഓപ്പൺ മാഗസിൻ എന്ന് പറയുന്ന ഒരു മാഗസിനില് പാട്യാലം ഗോപാലന്റെ മകനായ ഉല്ലേഖ് ഒരു ലേഖനം എഴുതിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ആ ലേഖനം തുടർന്നു പോകുന്നത്. പിണറായി വിജയൻ 3.0 ആവർത്തിച്ച് വീണ്ടും കേരളത്തിൽ ഭരണം നടത്തും, പിണറായിയുടെ നേതൃത്വത്തിൽ കേരളം വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലേഖനം അങ്ങനെ നീണ്ടുപോകുന്നതിനിടയിലാണ് ഏതെങ്കിലും കാരണവശാൽ ഭരണതലത്തിൽ, അതായത് തുടർ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ 3ാം ഭരണത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്ന അവശതകൾ പ്രായാധിക്യം കൊണ്ടും പിന്നെ അദ്ദേഹത്തിന്റെ അസുഖം കൊണ്ടുമാണ് അദ്ദേഹം ക്യാൻസർ അതിജീവിതനാണ് എന്ന് വളരെ വ്യക്തമായി ഉല്ലേഖ അതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രിയോട് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തുമല്ല കേരളത്തിലെ ജനത 100 വട്ടം ചോദിച്ച ചോദ്യമാണ്, എന്ത് ചികിത്സയ്ക്ക് വേണ്ടിയാണ് അങ്ങ് അമേരിക്കയിലേക്ക് പോകുന്നത്? അപ്പോഴൊന്നും മുഖ്യമന്ത്രി സ്വകാര്യതയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ വിവരം ഇപ്പോൾ ഇംഗ്ലീഷ് മാഗസിനിൽ വളരെ പ്രചാരത്തോടു കൂടി അടിച്ചു വന്നിരിക്കുന്നു. എന്തിനാണ് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് ഇത് പറയാതെ ഒളിച്ചു കളിച്ചത്? എന്താ സാറിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? എന്നും കള്ളം മാത്രം പറയുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. വാ തുറന്നാൽ കള്ളം പറയും. ആ കള്ളം പറയുന്നത് കയ്യോടെ കൃത്യമായി പിടികൂടുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അതിന് മറ്റൊരു പരിച്ഛേദം കൊടുത്തുകൊണ്ട് അദ്ദേഹം പ്രസ്താവന ഇറക്കാറുള്ളത്. അദ്ദേഹത്തിന് ജനനേന്ദ്രിയങ്ങൾക്കാണ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനാണ് ക്യാൻസർ എന്നാണ് നമ്മൾ കേട്ടറിവിൽ അറിഞ്ഞിട്ടുള്ളത്. കൃത്യമായ രേഖകളൊന്നും പുറത്തു വന്നിട്ടില്ല. അദ്ദേഹം മയോ ക്ലിനിക്കിൽ അതിനാണ് പോകുന്നത് എന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം അവിടെ അദ്ദേഹത്തിനുള്ള നിക്ഷേപങ്ങൾ കാത്തു സൂക്ഷിക്കാനും അത് കൃത്യത വരുത്താനും ഫാരിസ് അബൂബക്കറിന്റെ കൂടെ പ്ലാൻ ചെയ്യാനാണെന്നുള്ള വാർത്തകളും പുറമെ വന്ന് കുറെ കാലമായി. അത് സ്ഥിരീകരിച്ചത് പിണറായി വിജയന്റെ കൂടെ വർക്ക് ചെയ്ത, അല്ലെ പിണറായി വിജയന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന, അല്ലെ പിണറായി വിജയന്റെ വിദേശത്തെ ഇടപാടുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയപ്പോഴാണ്. ഞാനാണ് ആദ്യമായിട്ട് പിണറായി വിജയന് 10,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപത്തിന്റെ രേഖ എൻ്റെ കൈവശമുണ്ടെന്നും എൻ്റെ ഓഫീസിൽ നിന്ന് റെയ്ഡ് ചെയ്ത് എന്നെ കള്ളക്കേസിൽ കുടുക്കി റെയ്ഡ് ചെയ്ത് ഇത്തരം രേഖകൾ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടെന്നും ആദ്യം വിളിച്ചു പറയുന്നത്. ആ രേഖകൾ ഞാൻ ഇവർക്ക് ഇഡിക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ യാതൊരു മുന്നോട്ട് പോക്കും ഉണ്ടായില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇടപെടൽ വന്നു, അദ്ദേഹം സുരക്ഷിതനായി. അപ്പം വിദേശത്ത് പോകുന്നത് അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ പേരിലാണെങ്കിലും അദ്ദേഹം പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇടപാടുകൾ തന്നെയാണ്. അദ്ദേഹത്തിന് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഇടപാടുകളല്ല, നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള ഇടപാടുകളാണ് ഉള്ളത്. നമ്മൾ പോലും ശരിക്കും അടിത്തട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന ഇടപാടുകളാണ് വിദേശത്തുള്ളത്. ആ ഇടപാടുകൾക്കൊക്കെ അദ്ദേഹം മറയാക്കി വെച്ചിരുന്നത് തനിക്ക് അസുഖമാണ്, തനിക്ക് അസുഖത്തിന്റെ പേര് മയോ ക്ലിനിക്കിൽ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. എന്നിട്ടോ അദ്ദേഹം അമേരിക്കയിൽ പോയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു കസേരയിൽ പോയി ഇരുന്ന പബ്ലിക് മീറ്റിങ്ങിൽ പോയ കാര്യം നമുക്കറിയില്ലേ? ഒരു ക്യാൻസർ ബാധിച്ച ഒരാളാണ് അവിടെ പോയി ഇരുന്നത്. അതുപോലുള്ള കാര്യങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നിരുന്നു.
പ്രമുഖ പ്രവാസി മലയാളികളുടെ വലിയ പ്രോജക്റ്റുകളിൽ പിണറായി വിജയന് ബിനാമി ഇടപാടുകളായിട്ട് കോടിക്കണക്കിന് രൂപ നിക്ഷേപമുണ്ടെന്നുള്ള ആ വാർത്ത വന്ന ശേഷം അദ്ദേഹം ഇന്നേ വരെ നിഷേധിച്ചിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് നിഷേധിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നീടാണ് ഷോൺ ജോർജ് അത് വ്യക്തമാക്കുന്നത്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അദ്ദേഹത്തിന് ലാവ്ലിൻ കമ്പനിയിൽ നിന്ന്, അതായത് കാനഡയിലുള്ള ലാവ്ലിൻ കമ്പനിയിൽ നിന്ന് കിക്ക് ബാക്ക് ആയിട്ട് അദ്ദേഹത്തിന് ഫണ്ട് വന്നുകൊണ്ടിരുന്നിരുന്നു. ആ ഫണ്ടിനെ പറ്റിയുള്ള വളരെ വിശദമായ രേഖയാണ് തൻ്റെ കൈവശമുള്ളത്. പക്ഷെ ബാങ്കിന്റെ രേഖ പുറത്തു വിട്ടു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ പേരിൽ കേസ്, ഇവിടുത്തെ മാതിരിയല്ല, അദ്ദേഹത്തിന് അപ്പോൾ തന്നെ അറസ്റ്റ് നടക്കും, അത് സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ പുറത്തുവിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്ഥിരീകരിച്ചല്ലോ. ഇത് തന്നെയാണ് സ്വപ്ന സുരേഷും പറഞ്ഞത്. അപ്പൊ എസൻഷ്യൽ ലാവ്ലിൻ കമ്പനിയിൽ ഇടപാട് എങ്ങനെയാണ്? കേരളത്തിൽ നിന്ന് ഓരോ ഗഡുവായിട്ട് അവർക്ക് പണം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ റേഷ്യോ വെച്ചുള്ള കിക്ക് ബാക്ക് കൃത്യമായി പിണറായി വിജയന്റെ അല്ലെ മകന്റെ അല്ലെ മകളുടെ അല്ലെങ്കിൽ വേറെ ബിനാമി ഇടപാടുകളിലുള്ള ആളുകളുടെ പേരിൽ പോയിക്കൊണ്ടിരുന്നു. ഇതുപോലുള്ള ഇവിടെ നടന്നിട്ടുള്ള വലിയ ഇടപാട് ഇപ്പം ആരോഗ്യ വകുപ്പിന്റെയാണ് ആയിരിക്കാം, ഫാർമസി കമ്പനികളുമായിട്ട് ധാരണ ഉണ്ടായിരിക്കും. 40% വരെയൊക്കെയാണ് കമ്മീഷൻ കിട്ടുക. അതേപോലെ എക്യുപ്മെന്റ്സ് വാങ്ങുന്ന കാര്യത്തിലുള്ളത് 1,00,000 കോടി രൂപയുടെ ട്രാൻസാക്ഷനാണ് ആരോഗ്യ വകുപ്പിൽ നടക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ അദ്ദേഹം വിദേശത്ത് പോകുന്നതിന് ഒരു കാരണം പറയണം. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ക്യാൻസർ ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞിട്ടാണ് ചികിത്സയ്ക്ക് ആയി അദ്ദേഹം പോണത്. ക്യാൻസർ ഉണ്ടായിരുന്നിരിക്കാം, എന്തോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അതിനെ പർവ്വതീകരിച്ച് അദ്ദേഹത്തിനെ പർവ്വതീകരിച്ചാലൊന്നും പ്രശ്നമല്ലല്ലോ. താൻ വലിയ ക്യാൻസർ രോഗിയാണ്, സിമ്പതി പിടിച്ചു പറ്റാൻ അദ്ദേഹം പറയുന്നതിന് അദ്ദേഹം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ഏത് വിധം തട്ടിപ്പടത്തുന്നതിന്റെ ഒരു മറ മാത്രമാണ്. അപ്പൊ ആ പേരും പറഞ്ഞിട്ടാണ് അദ്ദേഹം വിദേശത്തേക്ക് കുടുംബസമേതം കുഞ്ഞിനെയും കൂട്ടി, അതായത് മകളുടെ കുഞ്ഞിനെയും പേരമകനെയും കൂട്ടിയിട്ട് ഭാര്യയും മകളും അദ്ദേഹവും കൂടിയിട്ട് പിണറായി വിജയനും കൂടി വിദേശത്ത് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഒരു പ്രത്യേക സമയമുണ്ട്. അദ്ദേഹം അസുഖമൊന്നുമില്ല, അദ്ദേഹം സുരക്ഷിതനാണ്, ഇനി പാർട്ടിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല ആരോഗ്യവാനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ തന്റെ അസുഖങ്ങളൊക്കെ മാറി 3ാം ഭരണം വരുമ്പോൾ ഞാനാണ് മുഖ്യമന്ത്രി, ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് പാട്യം ഗോപാലിന്റെ മകന്റെ ഈ പറയുന്ന പബ്ലിക്കേഷനിൽ വന്നതിന്റെ അർത്ഥമാക്കേണ്ടത്. അല്ല, അത് സാറ് പറഞ്ഞതിൽ വളരെ അർത്ഥവത്താണ്. കാരണം ഇത്രയും കാലം മുഖ്യമന്ത്രിയുടെ അസുഖം എന്താണെന്ന് അറിയാൻ വെറുതെ ഒരു ജിജ്ഞാസ കൊണ്ടാണ് കേരളീയർ ചോദിച്ചത്. നോക്കൂ, വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുന്ന അവസരത്തിലാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. കേരളത്തിൽ വന്ന് വർക്കലയിൽ വന്നിട്ടാണ് മുട്ടും മാറ്റ ശസ്ത്രക്രിയ നടത്തിയത്. അതുപോലെ സുഷമ സ്വരാജിന്റെ ശസ്ത്രക്രിയ, ഇതെല്ലാം പൊതുജനത്തോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പൊതുപ്രവർത്തകരായ ആളുകൾ അവർ നടത്തുന്ന അവരുടെ ഒരു പ്രവൃത്തിയും ഒളിവോ മറവോ ഇല്ലാത്ത രീതിയിലാണ് പറഞ്ഞിരുന്നത്, അസുഖ വിവരമായ പോലും. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുപ്രവർത്തകർക്ക് എന്ത് തന്നെ അസുഖങ്ങളായാലും സാധാരണ ജനങ്ങൾക്കെല്ലാം അതിനോട് സഹിഷ്ണുത മനോഭാവം തന്നെയായിരിക്കും. എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെയായിരിക്കും. കൂടെ ഇങ്ങനെ അമേരിക്കയിലേക്ക് ചികിത്സയിലേക്ക് പോകുമ്പോൾ എന്ത് തരത്തിലുള്ള അസുഖത്തിനാണ് ചികിത്സ, പൊതുഖജനാവിൽ നിന്നും പണമെടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഉണ്ടായ ജിജ്ഞാസ എന്നുള്ളതായ ആ ചോദ്യത്തിന് അപ്പോഴൊന്നും മറുപടി പറയാതെ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഇന്നിപ്പോ പരസ്യമായി ഒരു മാധ്യമത്തിലൂടെ താൻ ക്യാൻസർ അതിജീവിതൻ ആണ് എന്ന് പറയുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്, ഇനിയും ഭരണചക്രം തിരിക്കുവാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ നടത്താൻ ഞാൻ പ്രാപ്തനാണ്, ഇനിയും എനിക്കൊരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് മനഃപൂർവ്വം ജനങ്ങളെ ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു മാഗസിനിൽ ഒരു അഭിമുഖം കൊടുത്തതാകാം എന്നാണ് ഇപ്പൊ സാറ് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അഭിമുഖം കൊടുത്തായിരിക്കില്ല, അങ്ങോട്ട് കൃത്യമായി പറഞ്ഞ് പ്ലാൻ ചെയ്ത് എഴുതിയതായിരിക്കാം. ഇന്റർവ്യൂ കൊടുക്കണമെന്നൊന്നുമില്ലല്ലോ. പാട്യം ഗോപാലന്റെ മകൻ അത് എഴുതി കൊണ്ടുവന്നു, അത് അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞു കൊടുത്തു, ഇന്ന പ്രകാരം എഴുതിക്കോ, അവരെ സ്വന്തം ആളാണല്ലോ. അപ്പം അതിന്റെ ഭാഗമായിട്ട് PR വർക്കിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് അദ്ദേഹം അത് ചെയ്തായിരിക്കാം. അദ്ദേഹം പൊതുഖജനാവിൽ നിന്ന് ഇങ്ങനെ പോകുന്നതുകൊണ്ട് മാത്രമല്ല, ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങൾ പബ്ലിക്കായ ഒരു കാര്യമാണ്. അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടത് അത് അതിന്റെ സുതാര്യതയ്ക്ക് ആവശ്യമാണ്. എന്നാൽ പിണറായി വിജയന്റെ കാര്യത്തിലേക്ക് മടക്കുമ്പോൾ അത് സ്വകാര്യമായി മാറുന്നു. പിണറായി വിജയന് മാത്രമായിട്ട് എന്താ സ്വകാര്യത ഉള്ളത്? പിണറായി വിജയൻ തന്നെ എത്രയോ തവണ പലരെയും പരിഹസിച്ച്
അദ്ദേഹം പ്രസ്താവനകൾ ഇറക്കേണ്ട, അദ്ദേഹം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. കരുണാകരൻ്റെ ആയാലും അതേപോലെ മറ്റു ഉമ്മൻചാണ്ടിയുടെ ആയാലും ഒക്കെ തന്നെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ നമ്മൾ കേട്ടപ്പം പറയുകയാണെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ പിണറായി വിജയൻ എന്താണെന്ന് അതിൻ്റെ അത് മനസ്സിലാക്കാൻ പറ്റും. പിണറായി വിജയൻ തൻ്റെ എതിരാളികളെ താൻ ചെയ്യുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണോ അത് തിരിച്ചിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അദ്ദേഹം അതിനെ പരിഹസിക്കുന്നു. എന്നാൽ സ്വന്തം കാര്യത്തിൽ എന്താ ചെയ്യുന്നത്? സ്വന്തം കാര്യം മറച്ചു വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ ഭരണകാലം വരെ പ്രശ്നമൊന്നുമില്ല, എന്തായാലും ഭരണത്തിൽ മുഖ്യമന്ത്രിയാണ്, ഇനി വരാൻ പോണ മുഖ്യമന്ത്രി ആവണമെങ്കിൽ താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പറയണം. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാനൊരു പാട്ട് എഴുതിയിട്ടുള്ളത്. ഇരിക്കാനും വയ്യ നടക്കാനും വയ്യ എന്ന് പറയുന്ന ഒരു പാട്ട് എഴുതിയിട്ടുള്ളത് അതിന്റെ പേരിലാണ്. ആ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്, അദ്ദേഹം ഒരു ബസ്സിൽ, നവകേരള ബസ്സിൽ യാത്ര ചെയ്യാൻ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, അത്രയ്ക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമാണ്. ലിഫ്റ്റ് പിടിപ്പിക്കേണ്ടി വന്നു. എന്തിന്? വീട്ടിലെ ലിഫ്റ്റ് പിടിപ്പിക്കേണ്ടി വന്നു 1-ാം നിലയിലേക്ക് പോകാൻ. അത്രയ്ക്കും അദ്ദേഹത്തിന് നടക്കാൻ വയ്യാത്തൊരവസ്ഥ, കുനിയാൻ വയ്യാത്ത അവസ്ഥ. ആ ആൾക്ക് വീണ്ടും അധികാര കസേര വിട്ട് പിരിയാനും വയ്യ. ആ പാട്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏത് വലിയ ഇഷ്യൂ ആക്കിയിട്ടുണ്ടാവുക. കാരണം ഇതേ ചോദ്യം ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, കുനിയാനും വയ്യ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം തന്നെ ചെയ്തുള്ള പ്രവർത്തികളിൽ നിന്നാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് മനസ്സിലായത് തമിഴ്നാട്ടില് കണ്ണിന്റെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ്. അപ്പൊ പലവിധ അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. മനുഷ്യന് എപ്പോഴൊക്കെ അസുഖം വരാമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്. പിന്നെ പറഞ്ഞു കേൾക്കുന്നത് എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്ന് അതിലറിയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് അദ്ദേഹം വിധേയനായി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ശാരീരികമായ പീഡനങ്ങൾ ഉണ്ടെങ്കിൽ ഏത് സമയത്തും പ്രായാധിക്യം കൊണ്ട് അദ്ദേഹത്തിന് അസുഖങ്ങളൊക്കെ വരാം. പക്ഷേ ഈ അസുഖത്തിന് ചികിത്സിക്കാൻ പോകുമ്പോൾ അസുഖം എന്താണ് എന്ന് ചോദിച്ച സന്ദർഭങ്ങളിലെല്ലാം അത് സ്വകാര്യതയാണ് എന്ന് പറഞ്ഞ് മൂടിവെച്ച ഒരു മുഖ്യമന്ത്രി ഇപ്പോ താൻ പൂർണ്ണ ആരോഗ്യവാനാണ്, തനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, അസുഖം മാറി എന്ന് പറയുന്നതിന്റെ പുറകിലുള്ള ഉദ്ദേശം അധികാരമോഹം തന്നെയാണ്. അല്ലെങ്കിൽ CPM-ന് വീണ്ടും അധികാരം കിട്ടുകയാണെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി, എനിക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട്, ഒരു അംഗത്തിന് കൂടി ബാല്യമുണ്ട് എന്നുള്ള കൃത്യമായ ഒരു വിളംബരം തന്നെയായിട്ട് വേണം ഉല്ലേഖിന്റെ ആ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ. 49 വർഷം മുമ്പ് അദ്ദേഹത്തിനെ ജയിലിൽ വെച്ചോ പോലീസ് സ്റ്റേഷനിൽ വെച്ചോ കിട്ടിയ മർദ്ദനത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയ ചോരപ്പാടുകളുമായി അദ്ദേഹം നിയമസഭയിൽ വന്ന് നമുക്കറിയാം. അന്ന് പിണറായി വിജയൻ എന്ന് പറയുന്നത് പിണറായി വിജയനായിരുന്നു, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആരാധ്യനായ നേതാവ്. പിന്നീട് ആ കരുണാകരനെ പറ്റി എന്തൊക്കെ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ, ആ കരുണാകരനേക്കാൾ എത്രയോ 100 ഇരട്ടി അധികാരക്കൊതിയും ഏകാധിപതിയും അതേപോലെ ജനങ്ങളെ ഉപദ്രവിച്ച ഒരു ഭീകരനുമായി തീർന്നില്ലേ പിണറായി വിജയൻ? പിണറായി വിജയൻ എന്തായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അതിന്റെ ഘടകവിരുദ്ധമായ കാര്യമാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ഇരകൊടിയാണ് ഞാൻ. കള്ളക്കേസിൽ പിടിക്കി എന്നെ ജയിലിൽ 10-42 ദിവസം ഞാൻ ജയിലിൽ കിടന്നത് പിണറായി വിജയന്റെ ഭരണകാലത്ത്. എന്തിനാണ് കേസ്? ആ കേസുകൾ എടുത്ത് ചവറ്റുകൊട്ടയിൽ അറിയാവുന്ന കേസുകളാണ്, അവർക്ക് തന്നെ വിളിച്ചു പറയാൻ പറ്റാത്ത കേസുകളാണ്. അപ്പൊ അടുത്ത കാലത്ത് 2-3 ദിവസം അത് വെറുതെ അനാവശ്യമായി കിടക്കേണ്ടതായിട്ട് പിന്നെയും 2 ദിവസം കൂടെ ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിൽ യാതൊരു ഒന്നും തെളിവ് പോലും ഇല്ല, ഒരു സംഭവം ഇല്ല, വെറുതെ പിടിക്കുകയാണ്. എന്തെങ്കിലും കാരണം പറയട്ടെ. അതാണ് പിണറായി വിജയൻ. പത്രസ്വാതന്ത്ര്യം, പൗരസ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കേട്ട് നമ്മളൊക്കെ SFIക്ക് വേണ്ടി കോളേജിൽ പ്രസംഗിച്ച് കേൾക്കുമ്പോൾ ഇപ്പൊ ലജ്ജിച്ച് തല എഴുത്തുന്നതാണ്. കാരണം നാണം കേട്ട് എനിക്ക് മനസ്സിൽ എന്നോട് തന്നെ അറപ്പ് തോന്നുകയാണ് ഈ പിണറായി വിജയന്റെ പേരൊക്കെ അന്ന് പറഞ്ഞില്ലേ. അപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ കാട്ടുകള്ളനും കൊള്ളക്കാരനും മാഫിയ തലവനുമാണ്. അതേ കള്ളം മാത്രമേ പറയുള്ളൂ. അധികാരം നിലനിർത്താൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കും. അത് സ്വന്തം ശരീരത്തെ കുറിച്ചിട്ടാണ്, രോഗത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം. ചിലപ്പോൾ അദ്ദേഹത്തിന് അസുഖം ഉണ്ടാവും, എന്നിരുന്നാലും അദ്ദേഹം ഇപ്പം പുറമെ കാണിക്കേണ്ടത് തനിക്ക് രോഗമൊന്നുമില്ല. അങ്ങനെ അദ്ദേഹത്തിന് അധികാരത്തിൽ കയറണം വീണ്ടും. അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ടെന്ന് ആർക്കറിയില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ, കൃത്യമായിട്ട് അദ്ദേഹം അധികാരം ഒഴിയുന്നവരെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം എവിടെയാണ്, എന്തു ചെയ്യുന്നു എന്ന് പബ്ലിക് ആവേണ്ട കാര്യമല്ലേ. എന്തിനാ ഒളിവിൽ പോയി താമസിക്കുന്നു അദ്ദേഹം? അതിന്റെ അർത്ഥം ഈ ഭരണം കിട്ടാൻ പോകുന്നില്ല. കിട്ടാതിരുന്നാൽ അവിടെ നിന്ന് നേരെ പോകാം, അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാം എന്നുള്ളതായിരിക്കാം. പിന്നെ ജനങ്ങളെ ഇവിടുത്തെ പാർട്ടീനെ കാണും. പാർട്ടി എന്തായാലും പ്രളയം വന്നത് പാർട്ടി നശിച്ചാലും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. അതേ സമയത്ത് ഭരണം കിട്ടുകയാണെങ്കിലോ
വല്ല കാരണവശാലും ഒരു സീറ്റ് ഉണ്ടെങ്കിൽ ഭൂരിപക്ഷത്തിന് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അധികാരം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിലും നേരെ ഇവിടെ വന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ചമയാം എന്നുള്ളതാണ് ഈ പറയുന്ന 4 ദിവസം 5 ദിവസം മാത്രമുള്ള സമയത്ത് അദ്ദേഹത്തിന് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അദ്ദേഹത്തിന് അസുഖം മാറി എന്നുള്ള ലേഖനം വായിച്ചപ്പോൾ സന്തോഷം തോന്നി. ഇനിയും അദ്ദേഹത്തിന് ആ അസുഖം വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അധികാരമോഹങ്ങളുടെ വടംവലികൾക്ക് പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ വന്നതാണെങ്കിൽ അതും ആലോചിക്കപ്പെടും. ഒരു കാര്യം കൂടെ പറയാം. ഷാജസ്കറി പറയും പോലെ അദ്ദേഹത്തിന് അധികാരത്തിൽ വീണ്ടും വരികയാണെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ള സംഭവമല്ല. അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വരണം. അദ്ദേഹത്തെ ജനങ്ങൾ വീണ്ടും തിരിച്ചറിയണം. ഈ പറയുന്ന കള്ളനായിരുന്നു കേരളത്തിൽ വെച്ചത്. അതിന് അവസാന നിമിഷം വരെ പോരാടും. കാരണം ഞാൻ ലാവ്ലിൻ കേസിൽ അദ്ദേഹം 280 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതിന്റെ വ്യക്തമായ രേഖ കൊണ്ടുവന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ കാട്ടുകള്ളനാണെന്ന് ജനങ്ങളോട് അവസാന നിമിഷം വരെ പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്.